ഞാനൊരു കാര്യം ചോദിക്കട്ടെ രഞ്ജി? നിഖിലയുടെ മിസ്സിങ്, നികേഷിന്റെ മരണം, പിന്നാലെ അവരുടെ മാതാപിതാക്കളുടെ ആത്മഹത്യ, ഇത്രയുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടും സ്വന്തം സഹോദരിയുടെ കുടുംബം മാഞ്ഞുപോയിട്ടും അരവിന്ദന്റെ അച്ഛൻ രാഘവൻ എന്തുകൊണ്ടാണ് ഒരന്വേഷണത്തിന് പോലും മുതിരാതെ പോയത്? അയാൾ പട്ടാളത്തിലായിരുന്നില്ലേ? അരവിന്ദൻ അമ്മയും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ സ്വന്തം മകനൊപ്പം ഓടി നടക്കുവോ, കേസും കൊടുത്തു നടക്കുവോ? സഞ്ജു ചിരിച്ചു. രഞ്ജി, നീയും സുദീപും ശക്തിയും അഞ്ജനയും എല്ലാം ഈ സംഭവത്തിൽ ഉൾപ്പെട്ടത് നിങ്ങളുടേതായ പ്രതികാരങ്ങൾ തീർപ്പാക്കാൻ വേണ്ടിയല്ല. എന്തിന് നിഖില പോലും നാഥിന് പിന്നാലെ കൂടിയത് തന്നെ പഠിപ്പിച്ച അധ്യാപകൻ സ്വന്തം മകളെ ഓർത്ത് വേദനിക്കുന്നത് കണ്ടിട്ടാണ്. എനിക്കും മാത്യു അങ്കിളിനും അരവിന്ദിനുമെല്ലാം ദേവനാഥിനോടും ഗ്രൂപ്പിനോടും നേരിട്ടുള്ള പകയും പ്രതികാരവുമാണുള്ളത്. അങ്ങനെ വരുമ്പോൾ ഞാൻ കൂടുതൽ അന്വേഷിക്കാതെ വരില്ലല്ലോ. അരവിന്ദിൽ മാത്രമല്ല, അവന്റെ അച്ഛനിലും നിഗൂഢതകളുണ്ട്. അത് കേട്ട് രഞ്ജി പകപ്പോടെ ഇരുന്നു. എന്തു നിഗൂഢത? സഞ്ജു, നിനക്കെങ്കിലും സത്യങ്ങൾ പറഞ്ഞുകൂടെ? ഞാൻ എൻ്റെ അമ്മയ്ക്ക് നൽകിയ വാക്കാണ് അമ്മാവന്റെ മരണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ നിനക്കൊപ്പം നിൽക്കുമെന്ന്. പിന്നെ നീ പറഞ്ഞ തെളിവ് അഞ്ജനയുടെ കയ്യിലുണ്ടായിട്ടും നന്ദൻ സാർ പോലും അവളോട് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. പക്ഷേ അരവിന്ദ് അക്കാര്യം ശക്തിയോട് തിരക്കിയിട്ടുണ്ട്. നിന്നോട് ഞാൻ മറച്ചു പിടിച്ച പലതും ശക്തിയുടെ സ്വകാര്യതയെ സംബന്ധിക്കുന്ന കാര്യമാണ്. അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അഞ്ജന എന്നോട് തുറന്നു പറയാറുമില്ല. ഞാൻ അറിയേണ്ടതാണെങ്കിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിലെനിക്ക് പരിഭവവുമില്ല. അഞ്ജന ട്രസ്റ്റിൽ അങ്ങനെ പോകാറില്ലായിരുന്നല്ലോ. ശക്തിയാണെങ്കിൽ ചികിത്സയിൽ വരെ മേൽനോട്ടം വഹിച്ചിരുന്നു. അരവിന്ദ് നിഖിലയുടെ അമ്മാവന്റെ മകനായതിനാൽ അവളൊരു പ്രത്യേക സ്ഥാനവും പരിഗണനയും നൽകിയിരുന്നു. മാത്രവുമല്ല, അഞ്ജന എല്ലാ കാര്യങ്ങളും ശക്തിയോട് തുറന്നു പറഞ്ഞിരുന്നില്ല. അന്നത്തെ അവളുടെ മാനസികാവസ്ഥ അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പോഴും ശക്തിക്കൊന്നും അറിയില്ലെന്നാണോ? അല്ല, അറിയാം. പക്ഷേ നീ പറഞ്ഞതുപോലെ നിഖിലയുടെ പ്രണയം അരവിന്ദ് അല്ലെന്ന് അവർ രണ്ടുപേരും ചിന്തിച്ചിട്ട് പോലുമില്ല. അരവിന്ദന്റെ പ്രാണനായ നില, അതാണ് അവർക്കറിയാവുന്ന പ്രണയം. മാത്രവുമല്ല, അവരുടെ കൂട്ടുകെട്ടിൽ ഒരിക്കലും നിഖിലയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള സാവകാശം ലഭിച്ചിരുന്നില്ല. ഹോസ്പിറ്റലിൽ വെച്ചല്ലാതെ 2 or 3 വട്ടം അവർ കണ്ടിട്ടുണ്ട്. കൂടുതലും അഞ്ജനയും നിഖിലയും തമ്മിലായിരുന്നു കൂടിക്കാഴ്ച. നിഖിലയ്ക്ക് ശക്തിയേക്കാൾ സ്ട്രോങ് ആയി അഞ്ജനയെ തോന്നിയിട്ടുണ്ടാകും. ശക്തി അന്ന് വളരെ വീക്കായിരുന്നല്ലോ. നിഖില അവളെക്കുറിച്ച് എല്ലാം പറഞ്ഞിരുന്നെങ്കിൽ നിഖിലയുടെ സുഹൃത്തെന്ന നിലയിൽ ശക്തി മുമ്പേ വീരനിൽ എത്തിപ്പെടുമായിരുന്നല്ലോ. ഇതിപ്പോ നിഖിലയും വീരനും തമ്മിലുള്ള ഫോട്ടോ കണ്ടപ്പോൾ അവർ തമ്മിൽ ഏറ്റവും അടുത്ത ബന്ധം തന്നെ പുലർത്തിയിരുന്നു എന്ന സംശയത്തോടെയാണ് ശക്തി വീരനൊപ്പം കൂടിയത്. അതാവട്ടെ ഒരു വിവാഹത്തിലും എത്തി നിന്നു. അതെന്താ രഞ്ജി? അതും പ്ലാനിന്റെ ഭാഗമാണോ? ശക്തി ശരിക്കും വീരനെ സ്നേഹിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥമില്ല. വീരനിലേക്ക് അവൾ അടുക്കാൻ കാരണം നിഖിലയുമായി വീരന് അടുത്ത ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. എന്നാൽ അവൾ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന വ്യക്തിയും വീരൻ തന്നെയാണ്. അവന്റെ ഹിസ്റ്ററി അത്ര നല്ലതല്ല, പ്രത്യേകിച്ചും പെൺവിഷയങ്ങളിൽ. ഈ മാത്യു അങ്കിളൊക്കെ ഇവരുമായി കണ്ടുമുട്ടിയിട്ട് അധിക നാളായിട്ടില്ല. അരവിന്ദും അയാളുടെ അച്ഛനും വഴിയാണ് നിഖിലയെ കണ്ടെത്തണമെന്ന മിഷനിൽ ശക്തി പങ്കെടുക്കുന്നത്. തങ്ങൾക്കൊപ്പം ഒരു പനിക്കാലത്തിൽ കൂട്ടിയിരുന്ന പെൺകുട്ടിയോടുള്ള നന്ദി, ഉത്സവത്തോടനുബന്ധിച്ച് തന്റെ നാട്ടിൽ നടന്ന സംഭവവികാസങ്ങൾ, അതിലൂടെ കാണാതെയായ നിഖില, അറിഞ്ഞ കാര്യങ്ങൾ അവരെ അമ്പരപ്പിക്കുന്നതായിരുന്നു. അപ്പോഴും മുമ്പൊരിക്കൽ നിഖില അവരെ ഏൽപ്പിച്ച തെളിവുകൾ അവർ പരിശോധിച്ചിരുന്നില്ല. നിഖില തന്നെ പറഞ്ഞിരുന്നു, ആ തെളിവുകൾ പുറത്തേക്ക് വിടും മുമ്പ് ഡോക്ടർ നന്ദഗോപാലിനോട് ചോദിക്കണമെന്ന്. അതെന്താ? അറിയില്ല. ചിലപ്പോൾ അഞ്ജനയും ശക്തിയും വിശ്വസിച്ചതുപോലെ ഗോപാൽ ഡോക്ടറോടും അവൾക്ക് വിശ്വാസം തോന്നിക്കാണും. പിന്നെ ടീനയുടെ സർജറിയിൽ ഈ ഡോക്ടറും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ നന്ദഗോപാലിന് നേരത്തെ മാത്യുവിനെ അറിയാം അല്ലേ? പക്ഷേ അരവിന്ദ് ട്രസ്റ്റിലുള്ള കാര്യം അങ്കിൾ വൈകിയാണ് അറിഞ്ഞത്. അരവിന്ദിന്റെ അച്ഛനും മകനൊപ്പം ഒതുങ്ങി നിൽക്കുന്ന പ്രകൃതമായിരുന്നു. അതുകൊണ്ട് തന്നെ മാത്യു എന്ന നാരായണനുമായി അവിടെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല. മാത്രവുമല്ല, മരിച്ചുപോയ മാത്യു അങ്കിളിന്റെ വേണ്ടപ്പെട്ട ആരോ ആണ് നാരായണനെന്നും അയാൾ മാത്യുവുമായി അഭിനയിച്ചുകൊണ്ട് മാത്യുവിന്റെ മകളെ കണ്ടെത്താൻ ശ്രമിക്കുന്നുവെന്നുമാണ് അരവിന്ദന്റെ വിചാരം. അതിനെ ഉറപ്പിക്കുന്ന രീതിയിൽ ചില കഥകളും അരവിന്ദനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് യഥാർത്ഥ മാത്യു അങ്കിളിന്റെ ജീവിതം തന്നെ. അന്ന് ആ ക്രിമിനലുകൾക്ക് മുന്നിൽ നിന്ന്
ജെയിംസ് രക്ഷിച്ച കഥ സത്യമാണെങ്കിലും അതൊരു കെട്ടുകഥ മാത്രമായിട്ടാണ് അവൻ വിശ്വസിച്ചിരിക്കുന്നത്. ശക്തി അത് തിരുത്താൻ നിന്നിട്ടില്ല. നീ പറഞ്ഞതുപോലെ അവർക്കും അവനെ ചിലപ്പോൾ സംശയമുണ്ടാകും. നാരായണൻ സാറിനെ കണ്ടാൽ മാത്യു സാറാണെന്ന് പറയില്ല. അന്നത്തെ അപകടത്തിൽ നിന്ന് ക്രിസ്റ്റിയുടെ പപ്പ മാത്യു അങ്കിളിനെ രക്ഷിക്കുമ്പോൾ അയാൾ കോമ സ്റ്റേജിലായിരുന്നു. പിന്നീട് നടന്ന ആയുർവേദ ചികിത്സയിലൂടെ ജനറ്റിക് ആക്ടിവേഷൻ മൂലം അങ്കിളിന്റെ ചർമ്മം ഇരുനിറത്തിൽ നിന്ന് വെളുപ്പ് നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ലുക്ക്, ക്ലീൻ ഷേവിൽ നടന്നിരുന്ന മാത്യു അങ്കിൾ ദീശ വെച്ച് നാരായണനാകുമ്പോൾ എങ്ങനെ മനസ്സിലാക്കാനാണ്? ഇനി നീ പറഞ്ഞതുപോലെ അരവിന്ദും രാഘവനും വില്ലന്മാർ ആണെങ്കിൽ പോലും അവർക്ക് മാത്യു അങ്കിളിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. തിരിച്ച് അങ്കിളിനും ചില മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്, പ്രത്യേകിച്ചും ടീനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ തന്റെ പഴയ ജീവിതവുമായി ബന്ധമുള്ള വ്യക്തികളോട് ഇടപെടാൻ. അതുകൊണ്ടാവും ഇതുവരെ അരവിന്ദുമായി ഒരു മീറ്റിംഗ് നടന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അങ്കിളിന് അറിയാമായിരിക്കും രഞ്ജി, പട്ടാളത്തിൽ നിന്ന് ഡിസ്മിസൽ അടിച്ചുവിട്ട ഒരാളെ മാത്യു അങ്കിൾ തിരിച്ചറിയാതെ പോകില്ല. അതും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാകുമ്പോൾ ഉറപ്പായും പുള്ളിക്ക് ഓർമ്മയുണ്ടാകും. അങ്കിൾ കണ്ടെത്തിയ തെളിവുകളെല്ലാം ഇന്നും മറഞ്ഞിരിക്കുകയാണ്, അതേപോലെ നിഖില കണ്ടെത്തിയതും. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് രണ്ടും ചേർന്നാവും അഞ്ജനയുടെ കയ്യിലുണ്ടാവുക. അങ്ങനെയെങ്കിൽ അവളുടെ ജീവൻ അപകടത്തിലാവില്ലേ സഞ്ജു? അവളുടെ കയ്യിൽ ഇതുണ്ടെന്ന് നമുക്ക് മാത്രമല്ലേ അറിയൂ. പിന്നെ അരവിന്ദ്, അവൻ വില്ലനാണെങ്കിൽ നമ്മൾ ഇനിയും അവന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം പ്രതീക്ഷിക്കണം. മറ്റെന്തോ ലക്ഷ്യം മുന്നിൽ കണ്ടാവും അവന്റെ ഈ സൗമ്യത. പിന്നെ അന്ന് ഉത്സവത്തിന് സംഭവിച്ച കാര്യങ്ങളിൽ നമുക്കിപ്പോഴും വ്യക്തതയില്ല. അരവിന്ദ് പറയുന്നത് അവനും നികേഷും നിഖിലയും ചേർന്ന് ക്ഷേത്രത്തിൽ നിന്ന് കളവ് പോയ ആഭരണങ്ങൾ ദേവനാഥ് കൈക്കലാക്കുന്നത് തടയാൻ ശ്രമിച്ചപ്പോൾ അവരുമായി പ്രശ്നമുണ്ടായി എന്നും അതിനെ തുടർന്ന് നികേഷിനെ അവർ കൊല്ലുകയും അരവിന്ദന്റെ തലയ്ക്ക് പിന്നിൽ അടി കിട്ടുകയും ചെയ്തുവെന്നല്ലേ? പക്ഷേ എത്ര ചിന്തിച്ചിട്ടും അവിടെയും ചില പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നുണ്ട്, സഞ്ജു ആലോചനയോടെ പറഞ്ഞു. പക്ഷെ ശംഖു, അവനുമായി സുദീപിനേക്കാൾ അടുപ്പം അരവിന്ദനാണ്. സുദീപ് വഴി അരവിന്ദ് ശംഖുവുമായി അടുത്തതാണ്. ശംഖു അവനെ നന്നായി വിശ്വസിക്കുന്നുമുണ്ട്. അവൻ ദേവനാഥിന്റെ ചോരയല്ലേ? അവനെ രക്ഷിക്കാൻ അവന് കഴിയും, ഇല്ലെങ്കിൽ അവന്റെ അപ്പന് കഴിയും. നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല രഞ്ജി, സഞ്ജു അർത്ഥം വെച്ചു പറഞ്ഞു. നിനക്കറിയാവുന്ന കാര്യങ്ങൾ ഇനിയെങ്കിലും തുറന്നു പറഞ്ഞുകൂടെ സഞ്ജു? വെറുതെ വാലും തലയും മാത്രം പറഞ്ഞിട്ട് ഞാനെന്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്? രഞ്ജിക്കാകെ ദേഷ്യം തോന്നി. അല്ലെങ്കിലും നിന്നോട് ഇനി എന്താ മറയ്ക്കാനുള്ളത്? ഏതു നിമിഷവും പ്രതീക്ഷിക്കാത്ത വിധത്തിലൊരാക്രമണം കടന്നു വരാം. നമ്മുടെ നേർക്കാവാം, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ നേർക്കാവും. പ്രവീണയുടെ സുരക്ഷിതമായ ഇടത്തിലേക്ക് മാറാൻ നീ പറഞ്ഞില്ലേ? അമ്മയ്ക്കൊപ്പം പ്രവീണയുണ്ട് സഞ്ജു, നീ പേടിക്കേണ്ട. അവൾ കടന്നു പോകുന്നത് ഒരു പക്ഷെ ശക്തി അനുഭവിച്ചതിനേക്കാൾ ദുസ്സഹമായ മാനസിക വിഭ്രാന്തിയിലൂടെയാണ്. തന്റെ ശരീരം ആരൊക്കെയാണ് ഉപയോഗിച്ചതെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് അവൾക്ക്. ബെന്നിയെ പ്രവീണ വിശ്വസിച്ചു പോയതിൽ അവൻ കൊടുത്ത പ്രതിഫലമാണത്. കാമുകൻ വിദേശികൾക്ക് തന്നെ കൂട്ടിക്കൊടുക്കുമെന്ന് അവൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ പ്രവീണയും ബെന്നിയും പ്രണയത്തിലായിരുന്നു. അല്ല, അവൻ അങ്ങനെ നടിച്ചു. ആ അടുപ്പമാണ് അവളെ കോയമ്പത്തൂരിൽ എത്തിച്ചത്. അത് വിട്ടേക്ക്, അതും ഇതും തമ്മിൽ കൂട്ടിയിളക്കേണ്ട. ബെന്നി നശിപ്പിച്ച ഒരുപാട് സ്ത്രീകളിൽ ഒരുവൾ, അത്രയുള്ളൂ. ഇതുവരെ നീ കണ്ടതും കേട്ടതുമൊന്നും പൂർണ്ണമായ സത്യമല്ല. അരവിന്ദും അവന്റെ അച്ഛനും ഒരുപാട് നിഗൂഢത ചുമക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത്, അന്നത്തെ ഉത്സവത്തിനിടയിൽ നടന്ന കാര്യങ്ങൾ അവൻ പറഞ്ഞതിൽ സത്യമുണ്ടോന്ന് പോലും സംശയിക്കണം. ദേവനാഥ് ഒരിക്കലും നിഖിലയുടെ സഹോദരനെ കൊല്ലില്ല. കാരണം അന്നത്തെ ദേവനാഥ് ആരുടെയും കയ്യിലെ കളിപ്പാവയായിരുന്നില്ല. ഒരുപക്ഷെ അവൻ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അവിടെ അരങ്ങേറിയിട്ടുണ്ടാകും. അങ്ങനെയാകും നിഖിലിന്റെ മരണം സംഭവിച്ചിട്ടുണ്ടാവുക. എനിക്ക് മനസ്സിലാകുന്നില്ല സഞ്ജു. ഞാനിത് മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ നിനക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാകും. അരവിന്ദ് പറയുന്നത് പോലെ അവനും നിഖിലയും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം? രഞ്ജിയുടെ നെറ്റി ചുളിഞ്ഞു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നിഖില എന്നെ വന്ന് കണ്ട കാര്യം നിനക്കറിയാമല്ലോ. അവൾ നാഥിന്റെ പിന്നാലെയല്ല, നാഥിനും പിന്നിൽ നിൽക്കുന്നവരിലേക്ക് എത്തിയിരുന്നു. നാഥിന്റെ പ്രണയത്തെക്കുറിച്ച് അവൾ പറഞ്ഞത് വളരെ ബഹുമാനത്തോടെയാണ്. അന്ന് അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു. ടീന ജീവനോടെയുണ്ടെന്നും മരിച്ചതായി നാഥ് വരുത്തി തീർത്തിരിക്കുകയാണെന്നും അതിലൊരു കാര്യമുണ്ടെന്നും.
തന്റെ അധ്യാപകന് വേണ്ടി നിഖില നാഥുമായി സന്ധിയിലേർപ്പെട്ടിരുന്നു. ടീനയെ മാത്യുവിന് തിരികെ നൽകണമെന്നായിരുന്നു അവളുടെ ആവശ്യം. അതവൻ അംഗീകരിക്കുമ്പോൾ പകരം അവൻ മുന്നോട്ട് വെച്ച നിബന്ധനകൾ എന്നോട് അവൾ പറഞ്ഞിട്ടില്ല. അതെന്ത് തന്നെയാണെങ്കിലും അവൾക്ക് സ്വീകാര്യവുമായിരുന്നു. നിഖില ഏതു നിമിഷവും അവളുടെ മരണം പ്രതീക്ഷിച്ചിരുന്നു. ഞാനും ഒരിക്കൽ ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോയാൽ ടീനയെ കണ്ടെത്തി മാത്യുവിനെ ഏൽപ്പിക്കണമെന്ന് അവൾ പറഞ്ഞു. തൽക്കാലം ടീന മരിച്ചെന്നോ ജീവനോടെ ഉണ്ടെന്നോ ആരോടും പറയരുതെന്നും പറഞ്ഞിരുന്നു. എന്റെ മനസ്സിൽ അപ്പോഴും നാഥ് തന്നെയായിരുന്നു വില്ലൻ. ആ തെളിവുകൾ ഞാൻ അവളോട് ചോദിച്ചതാണ്. പക്ഷേ അത് പുറത്തേക്ക് വരാനുള്ള സമയമായിട്ടില്ലെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ദേവനാഥ് പോലും ചിലരെ ഭയന്നാണ് ജീവിച്ചിരുന്നത്. അവർ നിസ്സാരക്കാരല്ലായിരുന്നു. അവർക്കൊപ്പം തന്നെ ബുദ്ധിസാമർഥ്യം കൊണ്ടവൻ മുന്നേറിയെങ്കിലും ഒപ്പമുള്ളവർ ഏതു നിമിഷവും പിന്നിൽ നിന്ന് കുത്തുന്നവരാണെന്ന ജാഗ്രത നാഥിനുണ്ടായിരുന്നു. ഇപ്പോഴവൻ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു മുഖംമൂടി ആരുടെയാണെന്നറിയുമോ? ഇന്ത്യക്ക് വെളിയിൽ പടർന്നു കിടക്കുന്ന ഒരു സാമ്രാജ്യത്തിന്റെ അധിപന്റെ. ഞാനത് മനസ്സിലാക്കിയ കാര്യം അവൻ അറിയേണ്ടെന്ന് കരുതിയാണ് അപ്പോഴങ്ങനെ സംസാരിച്ചത്. എനിക്കറിയാം അയാളെ. സോഷ്യൽ മീഡിയയിൽ അയാളുടെ ചിത്രങ്ങൾ ലഭ്യമല്ലെങ്കിലും അഞ്ജനയെ ഞാൻ വിദേശത്തേക്ക് വിട്ടതിനു പിന്നിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എന്റെ ഉദ്ദേശം അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ദേവനാഥ് ഉപയോഗിക്കുന്ന മറ്റൊരു മുഖത്തെ അവൾക്കറിയാൻ വഴിയില്ല. ക്രിസ്റ്റി എന്ന പേരിൽ കഴിയുന്നുവെന്ന് മാത്രമേ അവർ ചിന്തിച്ചു കാണൂ. അപ്പോൾ അന്ന് ആ ഗോഡൌണിൽ ദേവനാഥ് അണിഞ്ഞ മുഖംമൂടി ശരിക്കും മറ്റൊരാളുടെ തന്നെയാണോ? അപ്പോൾ അത് ക്രിസ്റ്റിയുടെ മുഖമല്ലേ? രഞ്ജിയുടെ സംശയത്തിന് മറുപടി നൽകാൻ സഞ്ജു തയ്യാറല്ലായിരുന്നു. അതൊക്കെ കണ്ടെത്തണം രഞ്ജി. നാഥിന്റെ മുഖംമൂടി യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുടെയാണെന്ന് മാത്രമല്ല, ആ വ്യക്തി ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപൻ കൂടിയാണ്. KD ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് നീ കേട്ടിട്ടുണ്ടാകും. കോവിഡ് സമയത്ത് അവരുടെ കമ്പനിയുടെ വാക്സിന് നല്ല ഡിമാൻഡായിരുന്നു. അത്രയും വലിയ ഒരാളുടെ മുഖം എന്തിന് നാഥ് ഉപയോഗിക്കുന്നുവെന്നാണ് മനസ്സിലാകാത്തത്. ഒരു നിമിഷം അവർക്കിടയിൽ നിശബ്ദത പടർന്നു. ഞാൻ പറഞ്ഞില്ലേ രഞ്ജി, എന്റെ അച്ഛന്റെ കൊലപാതകം ഉൾപ്പെടെ നടക്കുമ്പോൾ ദേവനാഥ് ആരുടെയോ കയ്യിലെ കളിപ്പാവ മാത്രമായിരുന്നു. തനിക്ക് മുകളിൽ നിൽക്കുന്നവരുടെ ശക്തി മനസ്സിലാക്കിയിട്ടായിരുന്നു അവന്റെ ഓരോ ചൂടുകളും. ദേവനാഥ് നല്ലവനാണെന്നാണോ? തുടരും.